1999 കാർഗിൽ യുദ്ധം, നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തിയ ഇന്ത്യൻ പോരാട്ടം. ആ യുദ്ധത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി യുവാക്കളാണ് ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. അതിലൊരു പേരാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. ശുഭാൻഷുവിന്റെ പേര് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം നടത്തുന്ന ബഹിരാകാശ യാത്രയുടെ പേരിലാണ്. ആക്സിയം 4 എന്ന ഈ ദൗത്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന നിമിഷമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ആക്സിയം 4, ഒപ്പം ആരാണ് ശുഭാൻഷു ശുക്ല എന്നാണ് നമ്മൾ ഇന്ന് കട്ടൻ ടോക്കിലൂടെ സംസാരിക്കുന്നത്. ശുഭാൻഷു ശുക്ല 1985 ഒക്ടോബർ 10 ലക്നൌവിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് വീട്ടമ്മയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1999 കാർഗിൽ യുദ്ധമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ സേനയിലേക്ക് അടുപ്പിച്ചത്. ഒരു വൈമാനികനാകണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ബംഗളൂരുവിലായിരുന്നു. 2006 ശുഭാൻഷു ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. മിഗ്, സുഖോയ്, ഡോണിയർ, ജാഗ്വാർ തുടങ്ങി ഇന്ത്യൻ വ്യോമസേനയിലെ ഏതാണ്ട് എല്ലാ വിമാനങ്ങളും അദ്ദേഹം പറത്തി. 2000 മണിക്കൂറിലധികം വിമാനം പറത്തിയ കരുത്ത് അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് ശുഭാൻഷുവിന്റെ പേര് അങ്ങനെയാണ് വരുന്നത്. ഗഗൻയാൻ ദൗത്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ആക്സിയം 4 യാത്ര. ശുഭാൻഷു ഉൾപ്പെടെ 4 യാത്രികരാണ് ബഹിരാകാശത്തേക്ക് പോകുന്നതും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നതും. ആ യാത്ര സംഘടിപ്പിക്കുന്നത് നാസയും ISROയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ആക്സിയം സ്പേസുമാണ്. ശുഭാൻഷുവിനെ കൂടാതെ പെഗ്ഗി വിറ്റ്സൺ ആണ് ആ യാത്ര നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കറിയാം. പെഗ്ഗി വിറ്റ്സൺ സുനിത വില്യംസിനോളം പോന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപക്ഷെ ട്രാക്ക് റെക്കോർഡുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിച്ച, അവിടെ ഒട്ടനവധി സ്പേസ് വാക്കുകൾ നടത്തിയ വനിതയാണ്. ഒപ്പം പോളണ്ടിന്റെ സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നേവിസ്കി എന്ന് പറയുന്ന ബഹിരാകാശ യാത്രികനുണ്ട്. ടിബോർ കാപ്പു എന്ന് പറയുന്ന മറ്റൊരു യാത്രികനുണ്ട്. അങ്ങനെ അവർ 4 പേരുമാണ് ആക്സിയം 4 ദൗത്യത്തിലുള്ളത്. യഥാർത്ഥത്തിൽ ആക്സിയം 4-ൽ ശുഭാൻഷു ശുക്ല അവിടെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്? അതാണ് നമ്മളേവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പേശികളുടെ പുനരുജ്ജീവനം, അതാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശത്ത് പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ദീർഘകാലത്തേക്കുള്ള യാത്രയിൽ ബഹിരാകാശ നിലയത്തിലെത്തുന്ന യാത്രികരുടെ പേശികളിൽ സംഭവിക്കുന്ന ഫലക്ഷയം അതെങ്ങനെയുണ്ടാകുന്നു, അത് മാറ്റാനുള്ള എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന പഠനത്തിന് തുടക്കം കുറിക്കുകയാണ് ശുഭാൻഷു ശുക്ല. ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളിൽ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ചുവടുവെപ്പാകും അത്. ബഹിരാകാശ നിലയത്തിലെ 14 ദിവസത്തെ പഠനങ്ങൾക്ക് ശേഷം ശുഭാൻഷു തിരിച്ചെത്തും. ആ സമയം കൊണ്ട് ഗഗൻയാൻ ദൗത്യത്തിനുള്ള കരുത്തും ആർജിച്ചാകും ശുഭാൻഷുവിന്റെ മടക്കം. ഇന്ത്യ കാത്തിരിക്കുകയാണ്. ശുഭാൻഷുവിന്റെ പേര് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കുന്ന മറ്റൊരു പേര് കൂടിയാണ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയുടേത്. 1984 ഏപ്രിൽ 3 കസാക്കിസ്ഥാനിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നുയർന്ന ഇന്ത്യയുടെ ധീരനായ ആ വൈമാനികന് 40 വർഷം പിന്നിട്ടിരിക്കുന്നു ആ യാത്രയ്ക്ക്. അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും ശുഭാൻഷു ശുക്ലയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ സ്വപ്നങ്ങളിൽ പുതിയ യുഗം എഴുതി ചേർക്കുകയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, അമ്പിളിമാമനെ പിടിച്ചു തരാമെന്നും നക്ഷത്രങ്ങളെ പിടിച്ച് പോക്കറ്റിലിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം വാരിത്തരുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്ന ആദ്യ ഇന്ത്യക്കാരെന്ന ഖ്യാതി കൂടി അദ്ദേഹം തന്റെ പേരിൽ എഴുതി ചേർത്തു. അദ്ദേഹത്തിന്റെ മടങ്ങി വരവിനായി, സന്തോഷകരമായ ആ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. സ്പ്ലാഷ് ഡൗൺ ഫ്ലോറിഡയിലെ കടലിടുക്കിലാകും.